അങ്ങനെ ഇന്ന് കേൾക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടി നമ്മൾ കേട്ടു. അതായത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു വാർത്ത. വേറെ ഒന്നുമല്ല, പൊങ്കാലയിലിടയിൽ ഒരു സ്ത്രീക്ക് പൊള്ളലേറ്റിരുന്നു, അവർ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത്. അത് കേട്ടപ്പോഴേ ചില ആൾക്കാർ അതിൻ്റെ മുന്നിൽ വന്നിട്ട് ചിരിക്കുന്നുണ്ട്, ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നുണ്ട്. ചിരിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരാൾ പൊങ്കാലയിടാൻ വരുന്നത് അവരുടെ ഭക്തിയോട് കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ രക്ഷിച്ചില്ലേ, അല്ലെങ്കിൽ പൊങ്കാലയിട്ട അമ്മയ്ക്ക് എന്താ രക്ഷിക്കാൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരിക്കുന്ന ഇമോജി വിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം അവരുടെ മാനസികാവസ്ഥ. ഇനി എത്ര വലിയ എന്താ പറയേണ്ടത് കഠിന ഹൃദയനാണെങ്കിലും ഒരാൾ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ദുഃഖം ഉണ്ടാകും. ഇപ്പം നമുക്കൊന്നും അറിയുന്നവരോ അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസിയോ ഒന്നും അല്ല അവർ. പക്ഷേ നമ്മൾ എന്നാ കാണുന്നത് പൊങ്കാലിടാൻ പോയപ്പോൾ അവർക്ക് തീപിടിച്ചു, അവരങ്ങനെ ആ തീപിടുത്തത്തിൽ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസികൾക്ക് വേണമെങ്കിൽ പറയാം അമ്മയുടെ ശാപമാണ്, അല്ലെങ്കിൽ അമ്മ കോപിഷ്ഠയാണ്, അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പാവ സ്ത്രീയോടാണോ അത് ചെയ്യേണ്ടത്? അതാണ് എൻ്റെ ചോദ്യമായിരുന്നു. ചില ആൾക്കാരുടെ കമൻ്റാണിത്. അപ്പോൾ ഈ പാവം സ്ത്രീയോടാണോ അങ്ങനെ ചെയ്യേണ്ടത്? ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അവിടെ ഇപ്പോഴും പൊങ്കാല മഹോത്സവത്തിന് ഉപരിയായിട്ട് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു പലതുമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോഷൂട്ടും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ക്യാമറാമാൻമാരെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അവിടെയുള്ള ക്യാമറകളൊന്നും ഇവിടെ നിന്ന് പോകുന്നൊന്നല്ല. ഇതൊക്കെ ഇവർ പറയുന്നതാണ്. നാളെ പൊങ്കാലയിടുവേ, ഞങ്ങൾ ഇന്ന സൈഡിലാണ് ഉണ്ടാവുകയെ, ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് ഇപ്പോൾ ഇവരെയൊക്കെ വിവരം അറിയിക്കുന്നത്. എന്നിട്ട് ഇവർ പോയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് അവർ പോയിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് പ്രശസ്തി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്തി കൊണ്ടൊന്നല്ല വന്നിരിക്കുന്നത്. ഭക്തി കൊണ്ടാണെങ്കിൽ അവിടെ എന്താ ചെയ്യുക, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നീറ്റായി വന്ന് ഭയങ്കരമായിട്ട് ഭക്തിയോട് കൂടിയിട്ട് നമ്മളത് ചെയ്തിട്ട് പോകല്ലേ ചെയ്യുക. ഇതല്ല പറയുന്നത്. ഇത് എന്തൊക്കെയാ കാണിക്കുന്നത്, എന്തൊക്കെയാ പറയുന്നത്, എങ്ങനെയാ കാണിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് ചില ആൾക്കാർ നിൽക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഈ ഓൺലൈൻ ക്യാമറാമാരാണ് ഇതിനെല്ലാം കാരണം. ഞാനൊരു സ്ത്രീയുടെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ആംഗിളിൽ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. എടോ, എൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾക്കറിയോ, ഇന്ന് ഞാനൊരു സംഭവം കണ്ടാണ്. വനിതാ ദിനത്തിൽ മാലാ പാർവതി വന്ന് എന്തോ പ്രസംഗം കഴിഞ്ഞ് പോകുന്നു. അവർ തിരിച്ചു പോകാൻ നേരം അവരുടെ ബാക്ക് ഭാഗം മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തിട്ട് നേരെ മുന്നിൽ പോയിട്ട് ചേച്ചി പോവാണോ? അതെ പോവാണ് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട് ചേച്ചി പ്രോഗ്രാം, ഓക്കെ താങ്ക് യു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നു. പക്ഷെ അത് അപ്ലോഡ് ചെയ്തിട്ട് അവർ കാണുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുക. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം, കേട്ടോ എൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ പോകുന്ന പരിപാടിയിൽ അവിടെ ക്യാമറാമാൻമാരും ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നത്? ഒരിക്കലും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൊങ്കാല പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ ഒരു ആഭാസം തന്നെയാണ്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഭക്തിയോട് കൂടിയിട്ട് പോകുന്നത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്തികൾ മാത്രമല്ല, ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പുണ്യസ്ഥലം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ കച്ച കെട്ടി ഇറങ്ങുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഫെയിം ആകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുസ്ലിം ആയാലും ഞാൻ വന്ന് പൊങ്കാലയിടും, ഞാൻ നോമ്പെടുത്തില്ലെങ്കിൽ വന്ന് പൊങ്കാലയിടും, ഞാൻ ക്രിസ്ത്യൻ ആയാലും വന്ന് പൊങ്കാലയിടും, ഞാൻ നെയ്താക്കിയാലും വന്ന് പൊങ്കാലയിടും. എന്നിട്ട് ഇവരൊക്കെ വിളിച്ചു പറയുകയാണ്. അതായത് ഇവർക്ക് വേണമെങ്കിൽ പൊങ്കാല ഇട്ടിട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് പോകാം. ഇപ്പം ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട് പറശ്ശിനി മുത്തപ്പൻ്റെ അടുക്കല്ലെന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ട് വന്ന് മുസ്ലിങ്ങൾ വരെ വരാറുണ്ട്, വന്നിട്ട് പ്രസാദവും വാങ്ങിച്ച് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ പോലും അത് പബ്ലിസിറ്റി നൽകുകയോ അല്ലെങ്കിൽ എല്ലാവരോടും കൈ കൂട്ടിയിട്ട് ഏട്ടാ ഇങ്ങോട്ട് വന്നാൽ നോക്കിയാട്ടെ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടിട്ടാണ് ഇവിടെ വന്നിനെ, ഇല്ലെങ്കിൽ ആ കുരിശു എടുത്തിട്ട് ഇവിടെ വന്നിനെ ഒന്നും ഒരാളും പറയാറില്ല. കാരണം എന്താ പറയുക, ഭക്തർ ഒരിക്കലും അറിയത്തില്ല. നമ്മളിപ്പോൾ മാഹി പള്ളിയിൽ പോയിട്ട് നമ്മൾ പറയും ഞാൻ ഹിന്ദുവാണേ, ഞാൻ വെറുതെ ഇത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി വന്നു കേട്ടോ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വാ, ഞാൻ ഹിന്ദുവായ ഞാൻ വന്നിട്ട് കണ്ട പള്ളിയിൽ എന്നാരെങ്കിലും പറയുക? ഒരിക്കലും പറയത്തില്ല. നമ്മൾ എന്തിനാ പോകുന്നത്? നമ്മളുടെ ആ ഒരു സമാധാനം, നമ്മളുടെ ആഗ്രഹം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നടക്കണം എന്ന് കരുതിയിട്ടല്ലേ നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് നേർച്ച കൊടുക്കുന്നതും അതുപോലെ തന്നെ പൊങ്കാല കഴിപ്പിക്കുന്നതും. പക്ഷേ ചില ആൾക്കാർക്ക് എന്താണെന്ന് അറിയാം, ഇതിങ്ങനെ ആഘോഷമാക്കേണ്ട ഒരു സംഭവമാണ്. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കൊട്ടിപ്പാടണം. അപ്പോഴെന്താ അവിടെ മതങ്ങൾ തമ്മിലടിയായി. ഇപ്പം റെനീഷ റഹ്മാൻ എന്ന് പറയുന്ന സീരിയൽ നടി അവിടെ വന്ന് പൊങ്കാലയിട്ടു. ആ പൊങ്കാല വേണമെങ്കിൽ അവർക്ക് മറച്ചു വെക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ശരി ഞാനോ ഇതെൻ്റെ വിശ്വാസം ഒന്ന് പോടെ എന്ന് പറയാൻ വേണമെങ്കിൽ ക്യാമറാമാൻമാരോട്. ഇതല്ല, ഇത് മുന്നിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ നഗണ്ടുകളും ഇളക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ്.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ തമ്മിൽ ഫൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? നല്ല മിണ്ടാതിരിക്കുക. നമ്മളെ വിശ്വാസം ഇപ്പം ഞാനായാലും നിങ്ങളായി കഴിഞ്ഞാലും ഇത് കാണുന്നവരായി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ നമ്മുടെ വിശ്വാസം നമ്മളിത് എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ആടെ പോയിട്ട് ആകിടെ ഭയങ്കര ഇതാണ് ഞാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും നിൽക്കോടോ? നിൽക്കത്തില്ല. പക്ഷേ ഈ സെലിബ്രിറ്റികൾക്ക് എന്താണെന്നറിയാം, അവർക്ക് എപ്പോഴും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിമാണ്. ആ ഫെയിമിന് വേണ്ടിയിട്ട് അവർ ആരെയും ഉപയോഗിക്കും, എന്തും ഉപയോഗിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ കിടന്നിട്ട് ഒരു ഭയങ്കരമായിട്ട് കോപ്രായല്ലേനുവാ, കോടതി തന്നെ പിടിച്ചിട്ട് വെളിയിലിട്ടില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ കിടന്നിട്ട് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് വെല്ലുവിളിക്കുകയാണ് അവിടെയുള്ള ഭക്തർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെല്ലുവിളിയാണ്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇതാണ്, അയ്യോ ഞാൻ പൊങ്കാലിട്ട് ആരിക്കാടാ കുഴപ്പം? ഒരാൾക്കും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉറൂസിനും പോകാം, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഗുരുവായൂരും പോകാം, ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തും പോകാം, നമുക്ക് വേണമെങ്കിൽ മറ്റേ പരുമല പള്ളിയിലും പോകാം, എല്ലാ സ്ഥലത്തും പോകാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളെ ആരും തടയത്തുമില്ല. പക്ഷെ നമ്മൾ പോയിട്ട് അവിടെ പ്രഹസനം കാണിക്കുമ്പോഴാണ് അതൊരു ലംഘനമാകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഓരോ പ്രഹസനങ്ങൾ കാണിക്കും ചില ആൾ പോയിട്ട്. എന്തൊക്കെയാണോ ഒരു സ്ത്രീ വന്നിട്ട് ഏപ്പടത്തിൽ അങ്ങോട്ട് അഭിനയിക്കുന്നത്, ആ സ്ത്രീയാണ്. അത് വന്നിട്ട് പറയാ ഉദ്ദേശിച്ച കാര്യത്തിൽ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സ്ത്രീക്കും വേണമെങ്കിൽ പറയാം, പക്ഷെ അതുമല്ല, അവർ 4 ക്യാമറമാന്മാരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ക്യാമറമാന്മാരെയും ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ കാണുന്ന ചില പ്രഹസനങ്ങൾ, അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശാപവും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെയാണ് പിടിക്കുന്നത്. ഇപ്പോഴേ അവിടെയുള്ള തിക്കും തിരക്കും ചിലപ്പോഴൊന്നാണ് ഇതുപോലെയുള്ള ഈ എന്താ പറയണ്ടേ ജനക്കൂട്ടം വന്നുകൊണ്ടായിരിക്കും അവിടെ തീണ്ടായത്. ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവമാണ്. അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഫയർഫോഴ്സിൻ്റെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോഴവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മതിയായ നഷ്ടപരിഹാരം കൊടുക്കുക. അതായത് അവിടെയുള്ള ഈ സ്ഥലപരിമിതിയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പൊള്ളലേറ്റത്. അവിടെ ഒരു സെലിബ്രിറ്റികൾക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരെയൊക്കെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. പാവപ്പെട്ട ഭക്തരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവിടെ 10 നാരങ്ങോളം കൊടുക്കുന്നവന് മാത്രമാണ് വില, അല്ലാതെ ഒരു 100 ആൾക്ക് കൊടുക്കുന്നവന് ഒരു വിലയില്ല. അതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സീരിയലിലൊക്കെ കാണുന്ന ആ ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി ഉണ്ട് ഒരു ചെറിയൊരു ബോക്സിൽ കുറച്ച് വെള്ളവും കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. എന്തിനാ? ഫെയിമിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അയാൾക്കറിയാം 10 നാരങ്ങോളം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആവില്ലാന്ന്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഭക്തർക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും ഒരു മനുഷ്യന്മാർ കാണത്തില്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വലിയ ഹോട്ടലുകളായാലും വീടുകളായാലും എല്ലാം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ നല്ല ഭക്തിയോട് പോയി പൊങ്കാലിടാൻ നോക്കുമ്പോൾ അവിടെ സ്ഥലമില്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മതിയായ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കണം. അതുമാത്രവുമല്ല, നിങ്ങളുടെ ഇമോജികൾ അത് ആ ചിരിക്കുമ്പോൾ ഒരുപാട് വിഷമം അവരെ വീട്ടുകാർക്ക് ഉണ്ടാവില്ലേ? അവരാരും എന്ന് പറഞ്ഞാൽ ആരും മരിക്കണം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പൊങ്കാലിടാൻ പോവോ? അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അത് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പൊള്ളലേറ്റത്? ഇനി ഇതിൻ്റെ പുറകിൽ വല്ലതും ഉണ്ടോ? അതും കൂടി നോക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഇടിച്ചു തെറിപ്പിച്ച് പോയ സംഭവം. ഇത്രയും ആൾക്കാർ പൊങ്കാലിടേണ്ട നടുക്കാണോ വണ്ടി കൊണ്ടേക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏത് മണ്ടനാടോ അവിടെ വണ്ടി പറഞ്ഞു വിട്ടത്? അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ? അതൊന്നും ചോദിക്കാൻ ഇവിടെ ഒരാൾ പോലുമില്ല. ഇവിടെ എല്ലാവർക്കും വേണ്ട എന്താ? അവരെങ്ങോട്ട് തിരിയുന്നു, അവരുടെ എന്ത് ചെയ്യാൻ കഴിയും? ഇത് മാത്രമല്ലോ അവിടെ നോക്കുന്നത്. എവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നത് എന്താ പറയുക, ചിപ്പീനെ മാത്രം എല്ലാവർക്കും കാണുന്നത്. ലോകത്തൊരാളെയും കാണൂല അവർക്ക്. എല്ലാ പൊങ്കാലയിലും ചിപ്പി ആനി ഉണ്ടെങ്കിലും ഓക്കെ, പൊങ്കാല കഴിഞ്ഞു. അതാണ് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരെയും നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഷൂട്ട് ചെയ്യുക, കാണിക്കുക. അല്ലാതെ ഓരോരോ ആൾക്കാരുടെ അടുക്ക പോയിട്ട് ഓരോരോ പ്രഹസനങ്ങൾ പാടില്ല. ഇനിയും തന്നെ അത് സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടേ. ഇനി പറഞ്ഞിട്ടൊക്കെ നന്നാകുന്നുണ്ട്. നന്നായിട്ട് ബൈ ബൈ.